ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണ കിരണും കല്യാണി രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കല്യാണി പറയണ്ടേ എന്തോ മനസ്സിന് വല്ലാത്ത പേടി പോലെ കിരണേട്ടാ എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, എന്ത് പറയാനാ കല്യാണി, അന്ന് അവൻ ഇടിച്ചിട്ട സമയത്ത് അത് പോലീസിൽ അറിയിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ പോലീസായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴേക്കും എന്താ പ്രശ്നം വെച്ചാൽ അവനെ കൊന്നതിനും തെളിവ് നശിപ്പിക്കാൻ നോക്കിയതിനൊക്കെ ശിക്ഷ കിട്ടില്ലേ എന്ന് പറയാണ്. കിരണേട്ട മനസ്സിന് വല്ലാത്തൊരു ഭയം പോലെ തോന്നുവാണ്. പിന്നെ ആ ബഗാസുരൻ വന്നിട്ടുണ്ടല്ലോ, അവനെ സൂക്ഷിക്കണം. പിന്നെ ആ സ്റ്റെഫി, ബഗാസിനെക്കാളും സൂക്ഷിക്കേണ്ട സ്റ്റെഫിനെയാണ്. ശരിക്കും പറഞ്ഞാൽ അവള് പരോളിൽ ഇറങ്ങുമ്പോ തന്നെ നമ്മളെ രണ്ടുപേരെയൊക്കെ ഇല്ലാതാക്കാനേ അവൾ ആദ്യം നോക്കുള്ളായിരുന്നു. പിന്നെ ആ സിയെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്നതോട് മാത്രമാണ് അവള് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കണത് എന്ന് പറയാണ്. അപ്പൊ കല്യാണി പറഞ്ഞിട്ട് എന്നാലും സൂക്ഷിക്കണം കിരണേട്ടാ, ബഗാസുരം പുറത്തിറങ്ങിയോണ്ട് സൂക്ഷിക്കേണ്ടത് നീയും എന്റെ അച്ഛനാണ് കല്യാണി. അറിയാലോ, അച്ഛനോടും നിന്നോടാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം. അതുകൊണ്ട് നീ തനിച്ചൊന്നും എവിടെയും പോവാൻ നിൽക്കണ്ട എന്ന് പറയാണ്. എന്തായാലും നീ കിടക്ക് എന്ന് പറഞ്ഞിട്ട് കല്യാണി കിരണും കിടന്നുറങ്ങുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ രാവിലെ തന്നെ സ്റ്റെഫീനെയാണ്. സ്റ്റെഫി ആണെങ്കിൽ ആ ഗുണ്ടകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടകൾക്ക് പറയണ്ട, എന്റെ പരോളൊക്കെ തീരാനായടാ, ഇനിയിപ്പോ പരോള് തീർന്ന് ഞാൻ തിരിച്ചു പോകാനുള്ള സമയമായി. ഇതുവരെയും ആ സിഎ കേസിന്റെ കാര്യത്തിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെയാണ് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്നതോട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതിരിക്കണത്. അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ ഗംഗപ്രസാദ് അന്ന് ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു എന്ന്? അതെ സ്റ്റെഫി, അന്ന് അവൻ അവിടെ പോയതാണ്. അവിടെ വെച്ച് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റെഫി പറയണ്ട്, ഇനി അവൻ മരിച്ചു കാണില്ലേടാ, ഓഡിറ്റോറിയത്തിൽ തന്നെ അവൻ ഉണ്ടാകോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഗുണ്ടകൾ ഒരാൾ പറയണ്ട്, അതെങ്ങനെയാ സ്റ്റെഫി, അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്താനേലോ. എടാ എനിക്കറിയാടാ, പിന്നെ അവൻ ജീവനോട് ഉണ്ടാവണമെന്ന് മനസ്സിലൊരു ആഗ്രഹം പോലെ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും എന്റെ ഗംഗ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണം. പിന്നെ ഇനി ഞാൻ എന്തായാലും ഇപ്പൊ പരോളുള്ള സമയം കഴിഞ്ഞില്ലേ, അടുത്ത പരോളിൽ ഇറങ്ങുമ്പോഴേക്കും ആ കിരണിനെയും കല്യാണിനെയും പിന്നെ ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞവളെയും അതുപോലെ തന്നെ ആ കാർത്തികനെയും അതിനൊക്കെ ഇല്ലാതാക്കിയിരിക്കും, ഉറപ്പായിട്ടും ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ സ്റ്റെഫി പറയാട്ടോ. പിന്നീട് രാവിലെ തന്നെ കിരണും അതുപോലെ തന്നെ രതീഷും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. രതീഷ് പറയണ്ട്, സാറേ ഇപ്പൊ ബൈക്കിന് പുറത്തൊക്കെ എവിടെയും പോയി കഴിഞ്ഞാലേ പുറകെ കൂടി എന്തെങ്കിലും വണ്ടി വരുമ്പോഴേ പോലീസ് വണ്ടിയാണെന്ന് തോന്നുകയാണ്. കിരൺ ചോദിക്കണ്ട്, എന്താ രതീഷിന്റെ പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയൊന്നും ഇല്ല സാറേ, പക്ഷെ എന്തോ പോലെ സാറിനെങ്ങാനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഒരു വിഷമമല്ലേ, അത് ഉണ്ടാവണ്ടായിരുന്നു എന്നൊരു തോന്നല്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നു എനിക്കും അറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, എന്തായാലും സൂക്ഷിക്കണം. പുറത്തുള്ളവരെ മാത്രല്ല, ഇപ്പൊ അകത്ത് കിടക്കുന്നവര് പുറത്തുണ്ടല്ലോ, ആ സ്റ്റെഫി ബഗാസുരനും. അത് ശരിയാ സാറേ, കല്യാണടുത്ത് വേണം പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടി പറയട്ടെ. ബഗാസുരന് ഏറ്റവും കൂടുതൽ ദേഷ്യം കല്യാണടുത്താണല്ലോ. പിന്നെ ആ സ്റ്റെഫിനെ സൂക്ഷിക്കണം. ആ സ്റ്റെഫി ആ ഗംഗപ്രസാദിന്റെ കൂട്ടാളികളായിട്ട് കൂടി കാണുമായിരിക്കും. എന്തായാലും നോക്കാം എന്നൊക്കെ പരിതടുത്തിച്ച് കാണാം, അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ കിരൺ പറഞ്ഞോണ്ടിരിക്കുക. അവിടേക്ക് രാജപ്പൻ വരും കേട്ടോ. ഹലോ സാറേ. ഇതാര് രാജപ്പനോ? എന്താ രാജപ്പേട്ട, സുഖം തന്നെയല്ലേ? ഓ പിന്നെ സുഖം തന്നെയാണ്. അതെ, സാറും പിന്നെ രതീഷൊക്കെ കൂടി എന്നെ ശരിക്കും വലിച്ചു മുറുക്കി കെട്ടി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ, എന്നിട്ടിപ്പോ മാറ്റം എന്തെങ്കിലും ഉണ്ടോ രാജപ്പണ്ണ എന്ന് രതീഷ് ചെയ്യുമ്പോ, പിന്നെ ഒരാഴ്ച മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തന്നെ തലയിൽ വെച്ചിട്ട് പൂവുണ്ടല്ലോ അത് ഞാൻ എടുത്ത് കളഞ്ഞു. അതേതായാലും നന്നായി എന്ന് കിരൺ പറയാണ്. ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കിരൺ ചോദിക്കണല്ല, പൈസ ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നല്ലോ, അവരൊക്കെ പൈസ തിരിച്ചു തന്നോ? ഇനി അവര് തരത്തൂല, ഞാൻ ചോദിക്കാനും പോകുന്നില്ല, എനിക്കിനത് വേണ്ട. പൈസയും പലിശയും കാര്യങ്ങളും ഒന്നും എനിക്കിനി വേണ്ട. ഞാൻ ഇപ്പൊ സാറിനെ കാണാൻ വന്നത് തന്നെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. സഹായോ? എന്ത് സഹായം എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല സാറൊന്ന് സഹായിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി സാർ ഏർപ്പാടാക്കി തരണം. രതീഷ് ചോദിക്കണ്ടല്ല, രാജപ്പണ്ണനാ പലിശ കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് ജോലി അറിയാവുന്ന? എടാ രതീഷേ, നീ എന്നെ കളിയാക്കല്ലേ, നീ എന്നെക്കാളും വലിയ തരികിടായിരുന്നു, എന്നിട്ട് നീ നന്നായില്ലേ, അതുപോലെ എനിക്കും നന്നായിക്കൂടെ? സാറ് സൈറ്റിൽ കൂലിപ്പണി തന്നാലും ഞാൻ അത് എടുക്കും കേട്ടോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അതെ രാജപ്പണ്ണൻ കല്യാണിയുടെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ പൈസ കല്യാണി തീർത്തിട്ടുണ്ട്. എങ്കിലും ആവശ്യ സമയത്ത് സഹായിച്ചത് രാജപ്പണ്ണൻ തന്നെയാണല്ലോ, അതുകൊണ്ട് രാജപ്പണ്ണനെ കൈവിടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ സൈറ്റിന്റെ ഒക്കെ മേൽനോട്ടം വഹിക്കാനായിട്ട് രാജപ്പണ്ണൻ കേറിക്കോ. സത്യമുണ്ട് സാറേ. സത്യാണെന്നേ, എങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും സാറേ. എങ്കിൽ ശരി എന്ന് പറയാണ് കിരൺ. എങ്കിലേ രാജപ്പണ്ണൻ ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്തോ. താങ്ക് യു സാറേ, നമുക്കൊരു സെൽഫി എടുത്താലോ? അതിനെന്താ എന്ന് പറയാണ്. അങ്ങനെ രാജപ്പൻ അവരായിട്ടൊരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. എങ്കിൽ ശരി സാറേ, ശരി എന്ന് പറയാണ്. അങ്ങനെ രാജപ്പൻ അവിടെ നിന്ന് പോയിട്ട് കിരണും രതീഷും വീണ്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത്
സരേനെയാണ് ട്ടോ താര മുകളിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സരിയു വരുവാണ്. സരയോട് എവിടെയാ പോകുന്നത് താര ചോദിക്കുമ്പോ സരിയു പറയുന്നുണ്ട്, ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടി പോകാണ്. ഞാൻ പ്രാർത്ഥിക്കണതൊക്കെ നടക്കണമല്ലോ, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണെന്ന് നമ്മക്കറിയാലോ, അവള് ഇല്ലാതാവാനായിട്ട്. താര പറയണ്ട അവള് ദൈവത്തിന്റെ കുട്ടിയാണെന്നോ അങ്ങനെ എന്തോ ആക്ഷൻ വഴി പറയുമ്പോഴേക്കും സരിയു പറയുന്നുണ്ട്, അതെ അവൾക്ക് ദൈവത്തിന്റെ കനിവ് നന്നായിട്ടുണ്ട്. ഒരു സമയത്ത് ദൈവങ്ങൾ അവളുടെ കൂടെയായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ കൂടെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു ജോലി കിട്ടിയത്, എന്റെ മോളെ എല്ലാവരും നോക്കണത്, പണത്തിന് ഒരു കുറവും എനിക്കിപ്പൊ ഇല്ല. അതുകൊണ്ട് എന്റെ സമയം ഇപ്പൊ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോണത് എന്താണെന്നറിയാവോ, ആ കല്യാണി എന്ന് പറഞ്ഞവള് ഇല്ലാതാവണോന്ന്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോണത്. അപ്പൊ താര പറയുന്നുണ്ട്, ഞാൻ വരണോ അമ്പലത്തിലേക്ക്? വേണ്ട, അമ്മിനി കുളിച്ച് എപ്പോ വരാനാണ്? പിന്നെ അമ്മ പ്രാർത്ഥിക്കാൻ പോണത് കല്യാണിക്ക് നല്ലത് വരാനായിട്ടല്ലേ, അതിന് എന്റെ കൂടെ വരണ്ട, ഞാൻ എന്നാ പോയിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ മനസ്സിലെ ഉദ്ദേശം വേറെ ആരോടും പറയരുത്, പറഞ്ഞാ അറിയാലോ, എനിക്കെങ്ങാനും കിരണിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നേരെ അമ്പലത്തിലേക്ക് പോവാട്ടോ. താരക്ക് വല്ലാതെ വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയ സരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം ആ കല്യാണി ഇല്ലാതാവണേ, എന്റെ ജീവിതം കുളം തോണ്ടത് അവൾ ഒറ്റ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന തേങ്ങ അവൾ ഉടയ്ക്കുവാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണിനെ എന്റെ അച്ഛനെ ഇന്ന് ഇല്ലാതാക്കാൻ പറ്റണേ, അച്ഛൻ ഇന്ന് പോയിട്ടുണ്ട്, അച്ഛൻ എന്തായാലും ഇന്ന് കല്യാണിനെ ഇല്ലാതാക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കണ കല്യാണിനെയാണ്. കല്യാണിയും കിരണും കൂടി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കാട്ടോ. കല്യാണി എടുത്ത് കിരൺ ചോദിക്കണ്ടേ, അല്ല കല്യാണി നീ ആ സരിയു വർക്ക് ചെയ്ത ആ ഒരു സൈറ്റിലേക്ക് പോവാൻ പോവല്ലേ? അതെ. എന്താ കിരണേട്ടൻ വരുന്നുണ്ടോ? പിന്നെ ഞാൻ വരാതെ നിന്നെ ഒറ്റയ്ക്ക് എന്തായാലും വീടുന്ന പ്രശ്നമില്ല, ആ ബകാസുരൻ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ നീ ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട. പിന്നെ സൈറ്റിലേക്ക് നീ നേരെയല്ലല്ലോ പോണത്, കമ്പനി വന്നിട്ടല്ലേ പോണത്. അതെ, എന്നാലും സൂക്ഷിക്കണം കല്യാണി ആ ബകാസുരന്. അപ്പൊ കല്യാണി പറയണ്ട്, അവനെക്കാളും വലിയ വില്ലനായിരുന്നല്ലോ ഗംഗപ്രസാദ്, അവൻ ഈ ഭൂലോകത്തില്ല, അവന്റെ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ കിരണേട്ട ഈ ബകാസുരന്. അത് ശരിയാണെങ്കിലും കല്യാണി നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. വിക്രവും അതുപോലെ തന്നെ ബകാസുരനൊക്കെ സത്യമാണ് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിലാണ് ജീവിച്ചു വളർന്നത് എന്ന് കല്യാണി പറയാണ്. പക്ഷെ അവിടെ പൈസയും ഒന്നുമില്ലാതെ ജീവിത സാഹചര്യം കൊണ്ട് തെറ്റിലേക്ക് പോയ മനോഹർ ഉണ്ട്. അവരെ കുറിച്ചൊക്കെ മനോഹർ എത്ര ഭേദമാണ്. അത് നീ പറഞ്ഞ ശരിയാണ്. മനോഹരന്റെ കത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഞാനത് വായിക്കാറില്ല, വായിച്ച മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. കിരൺ പറയുന്നുണ്ട്, അവൻ എപ്പോഴാണ് അവ പരോള് കഴിഞ്ഞ് പോയത് അതിനെക്കുറിച്ചൊന്നും മനസ്സിലായതേ ഇല്ല എന്ന് പറ, അവൻ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അവനായിട്ടുള്ള കോണ്ടാക്ട് ഒന്നും വേണ്ട, വാർഡനോട് അച്ഛനോട് ഞാൻ പറയാൻ വേണ്ടിട്ടുണ്ട് അവന്റെ കത്തെഴുത്തൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. എന്ന് നമുക്ക് ഓഫീസിൽ പോയിട്ട് അങ്ങോട്ട് പോയാലോ? ശരി കിരണേട്ട എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണും കൂടി നേരെ ഓഫീസിലേക്ക് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ കിരൺ ഇങ്ങനെ ഒരു കല്യാണം ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കാണ് സെക്യൂരിറ്റിനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിരൺ പറയണ്ട, സെക്യൂരിറ്റി പറയണ്ട, അതെ സുഖം തന്നെയല്ലേ, സന്തോഷമായില്ലേ, ശമ്പളമൊക്കെ കൂട്ടിയല്ലോ? ഓ സന്തോഷമായി സാറേ. ഓക്കെ, കല്യാണി പറയണ്ട, പിന്നെ ഈ അടുത്ത മാസം മുതൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പിടിക്കും കേട്ടോ. എന്തിനെന്നറിയാവോ? അടുത്ത വിഷുവിനെ അതിന്റെ പലിശ സഹിതം തിരിച്ചരാനായിട്ട്. കിരൺ പറയുന്നുണ്ട്, കല്യാണിയെ പൈസ നന്നായിട്ട് പിശുക്കി മാത്രമേ ജീവിക്കാറുള്ളൂ, ആവശ്യത്തിന് മാത്രമേ പൈസ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് പൈസയുടെ വില നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങക്ക് വിഷുവിനൊക്കെ കയ്യിലൊരു പൈസ തരാൻ വേണ്ട കല്യാണി ഉദ്ദേശിക്കുന്നത്. കല്യാണി മഠത്തിന് നല്ലത് മാത്രമേ വരുള്ളൂ, എന്റെ പ്രാർത്ഥന കല്യാണി മഠത്തിന്റെ കൂടെ ഉണ്ട് എന്നാ സെക്യൂരിറ്റി ചേട്ടൻ പറയുമ്പോ കിരൺ പറയണ്ട, പ്രാർത്ഥനയൊക്കെ വേണം, കാരണം ഇപ്പൊ ആ ബകാസുരൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനും ഇറങ്ങിയോ? എങ്കിലും സൂക്ഷിക്കണം സാറേ എന്ന് ആ സെക്യൂരിറ്റി പറയാണ്. ഇതൊക്കെ കേട്ട് സരയു അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സരയു ദേഷ്യത്തിൽ വേഗം തന്നെ സരയുവിന്റെ ക്യാബിനിൽ പോയിരിക്കുകയാണ്. കിരണും കല്യാണിയും കൂടി നേരെ അവരുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. കിരൺ ആ വർക്കൊക്കെ ഇങ്ങനെ നോക്കുവാണ്, സരയു ചെയ്ത കൊള്ളാല്ലേ വർക്ക്, ബഡ്ജറ്റ് കുറച്ച് നല്ല ഗുണമേന്മ തന്നെ അവള് വർക്ക് ചെയ്തിട്ടുണ്ട്, അവള് നമുക്കൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സരയുവിനെ ഫോണിൽ വിളിക്കുകയാണ് കിരണ്. സരയു ആ സമയത്ത്, ഈശ്വര അവൻ വിളിക്കുന്നുണ്ടല്ലോ, ഇനി സൈറ്റിലേക്ക് കല്യാണിന്റെ കൂടെ പോവാൻ വേണ്ടി പറയാനായിട്ട് വല്ലതും ആണോ? ഈശ്വരൻ പണി പാളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് സരയു കിരണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കിരണേ നീ എന്നെ വിളിച്ചോ? അതെ, ശമ്പളം ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ശ്രദ്ധിച്ചില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോ ഇല്ല ഞാനത് ശ്രദ്ധിച്ചില്ല. നീ വർക്ക് ചെയ്ത സൈറ്റിലേക്കാ ഞങ്ങൾ പോവാൻ പോണത്. നീയും പോകുന്നുണ്ടോ? ബകാസുരൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, കല്യാണി നിന്നെ ഇവിടെ ഒറ്റക്ക് വിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും പോകാന്ന് വെച്ചു എന്ന് പറയാണ്. അപ്പോഴേക്കും സരുവിന്റെ മുഖം ആകെ മാറുവാട്ടെ. ഈശ്വര ഇവനെങ്ങാനും പോയിക്കിനെ അച്ഛന്റെ കാര്യം തീർന്നു. എന്താ സരു? ഒന്നുമില്ലടാ, നീ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്, ആ ബകാസുരനെ സൂക്ഷിക്കണം എന്നൊക്കെ സരിയും ഇങ്ങനെ ഒത്താശ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഒന്നിനെങ്കിൽ കിരണെ രക്ഷിക്കണ രാജപ്പനായിരിക്കും, രാജപ്പന് ജോലി കൊടുത്തിട്ടുണ്ടല്ലോ സൈറ്റിൽ നോക്കാൻ. പിന്നെ മനോഹറാണോ ഗംഗനെ കൊന്നെന്നുള്ളൊരു ക്ലൂ ഇന്നത്തെ എപ്പിസോഡിൽ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ മറ്റേ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.